ജോൺ ബാപ്റ്റിസ്റ്റ് ഇരുന്ന് കുരിശ് സ്ഥാപിച്ച കുണ്ടങ്കോട് ഇടവകയിലെ അംഗം. പല സ്ഥലങ്ങളിൽ പോയി ധ്യാനകാര്യങ്ങൾ ചെയ്യുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനും നയിക്കുവാനും പറ്റുന്ന കഴിവുള്ള ഒരു വ്യക്തി. ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും ആര് എപ്പോൾ വരും എന്ന ഏതൊരു വിധമായിട്ടുള്ള വ്യക്തിത്വമില്ലായിരുന്നു. എന്നാൽ കർത്താവ് തീരുമാനിച്ചു ഫാദർ ഹെൻസിലും ഇവിടെ വരണം എന്നുള്ളത്. അതിലേക്ക് വേണ്ടി കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു കർത്താവ് കോൺഗ്രിഗേഷനിൽ. അവസാനം കർത്താവ് തീരുമാനിച്ചു ഇദ്ദേഹമാണ് ഇവിടുത്തെ അനുയോജ്യനായ വ്യക്തി. അങ്ങനെ അദ്ദേഹത്തെ കർത്താവ് തെരഞ്ഞെടുത്ത് ഇവിടെ അയച്ചിരിക്കുകയാണ്. ഫാദർ ഹെൻസിലിന്റെ സ്ഥലം കുണ്ടങ്കോടാണ്. 2014 അദ്ദേഹം വൈദികനായത്. 2015 അദ്ദേഹം വൈദികനായത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അമ്മയുണ്ട്, അമ്മയുടെ ഉണ്ട്, ഒരു സഹോദരനും ഒരു സഹോദരിയും ഇവിടെയുണ്ട്. അവര് വിവാഹിതരാണ്. അപ്പൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 1 വർഷം മുമ്പ് അപ്പൻ മരിക്കുകയുണ്ടായി. അദ്ദേഹം ചെറുപ്പമായിരുന്ന സമയത്ത് ധ്യാനം ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. കുണ്ടങ്കോട് പള്ളിയിൽ അദ്ദേഹം തന്നെ ഒരു ധ്യാന ടീമിനെ രൂപപ്പെടുത്തുകയും അവിടുത്തെ ആൾക്കാരെ എല്ലാവരെയും സമാഗമിച്ചുകൊണ്ട് ധ്യാനം കണ്ടക്ട് ചെയ്യുകയും ഒരു ധ്യാന കേന്ദ്രം തുടങ്ങുന്നതിലേക്ക് വേണ്ടി അവിടുത്തെ സിസ്റ്റേഴ്സും അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് വസ്തുക്കൾ വാങ്ങുകയും അതൊന്ന് സിസ്റ്റേഴ്സിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അവരുടെ കയ്യിലാണ് വാങ്ങിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടപ്പിലായില്ല. പിന്നെ അദ്ദേഹം ചിന്തിച്ചു കല്യാണം കഴിക്കണമോ പള്ളിയിൽ പോയി അച്ഛനാണെന്നോ അല്ലെ സെമിനാരിൽ പോയി. അവസാനം എത്രാമത്തെ വയസ്സിലാണ് സെമിനാരിൽ പോയത്? 28ാമത്തെ വയസ്സിൽ തീരുമാനിച്ചു കല്യാണമൊന്നും വേണ്ട, സെമിനാരിൽ പോയി നല്ല ഒരു വൈദികനാകണം എന്ന് ലേറ്റായിട്ട് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ കർത്താവ് പാകപ്പെടുത്തി ഉരുക്കി കാര്യങ്ങൾ മനസ്സിലാക്കി. കുണ്ടങ്കോട് ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. നന്മയ്ക്ക് വേണ്ടി അവർ പരിശ്രമിച്ചൊരു വ്യക്തി കൂടെയാണ്. അവസാനം വൈദികനായി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അഭിമന്യ പിതാവ് ഈ മാസം 1-ാം തീയതി മുതൽ അദ്ദേഹത്തെ ഇവിടുത്തെ സ്പിരിച്വൽ ആനിമേറ്ററായിട്ട് നിയമിച്ചിരിക്കുകയാണ്. സ്പിരിച്വൽ ആനിമേഷൻ, ആത്മീയ കാര്യങ്ങളെ പരിപോഷിപ്പിക്കുക, അതിന്റെ ചുമതലയാണ് അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് 1 വർഷത്തേക്ക് വേണ്ടിയാണ്. തുടർന്ന് ബാക്കിയുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് വേണ്ടി അച്ഛൻ ഇവിടെ സ്പിരിച്വൽ ആനിമേഷൻ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു രേഖ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ദിവ്യബലി ഇവിടെ ഉണ്ടാകും. അത് രാവിലെയൊക്കെ ആയിരിക്കാം അച്ഛൻ്റെ സമയത്തിന്. ചില സമയങ്ങളിലൊക്കെ തിങ്കൾ, ചൊവ്വ, ബുധൻ, ബുധൻ ഈ ദിവസങ്ങളിലൊക്കെ. പിന്നെ വ്യാഴാഴ്ച 2 ദിവസങ്ങളിൽ കർമ്മല മാതാ മലയിൽ ദിവ്യബലി അർപ്പിക്കേണ്ടതാണ്. അതുകൂടാതെ മൂലത്തെ ആരാധന ചാപ്പൽ ബലി അർപ്പിക്കുക എന്നതാണ്. ഇവിടത്തെ ദിവ്യബലി പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ബലി അർപ്പിക്കാനും പിന്നെ അവിടെ ഒരു നമ്മുടെ കൈകെട്ടി നിൽക്കുന്ന യേശുവിന്റെ നൊവേന പ്രാർത്ഥന എത്തിക്കുക. ശനിയാഴ്ച ഇപ്പോൾ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കും. അച്ഛൻ സഹായിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 മണിക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയും തുടർന്ന് ദിവ്യബലിയും. അത് പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയാണ്. നമ്മുടെ പ്രദേശത്തും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ലോകത്തിലെവിടെയുള്ള രോഗികളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയാണ് അന്നത്തെ ആ ദിവസം, ഞായറാഴ്ച ദിവസം. പിന്നെ മാസത്തിലൊരിക്കൽ നെറുകയിൽ കയറുക എന്നതാണ് ആരോഗ്യം അനുസരിച്ച്. അല്ലെങ്കിൽ അച്ഛൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അച്ഛനെ പറഞ്ഞിരിക്കുന്നതാണ്. ഏതായാലും മാറി മാറി ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാസത്തിലൊന്ന് നെറുകയിൽ കയറി അവിടെ കുർബാന അർപ്പിക്കുക. അതിനുവേണ്ടി താല്പര്യമുള്ള ആൾക്കാരെ സമാഹരിച്ച് ഒരുമിച്ച് പോകുന്നതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ ആരാധന ചാപ്പലിൽ നമ്മുടെ രൂപതയിലെ ആനിമേറ്റേഴ്സ് ഉണ്ട്. ഇവരെപ്പോലുള്ളവർ അവർക്ക് വേണ്ടി ആനിമേഷൻ കൊടുക്കുക. KTS അധ്യാപകരുണ്ട്, അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക. അവർ അറേഞ്ച് ചെയ്ത് വരുന്നതനുസരിച്ച്, ഓരോ പള്ളിയും അറേഞ്ച് ചെയ്ത് വരുന്നതനുസരിച്ച് അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക, ധ്യാനമോ ക്ലാസ് കൊടുക്കുക. അതുകൂടാതെ യുവജനങ്ങളുണ്ട്, പിന്നെ ലിറ്റിൽ വേയിലെ കുട്ടികളുണ്ട്, ലിറ്റിൽ വേ ആനിമേറ്റേഴ്സ് ഉണ്ട്, കുടുംബപരിഷത്തിന്റെ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ പള്ളികൾ കേന്ദ്രീകരിച്ച് അവർ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അച്ഛനെ അറിയിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നതാണ്. അതുകൂടാതെ ഇവിടെ ധ്യാനം നടത്താൻ വേണ്ടി വരുന്ന ചില ഫാമിലീസ് ഉണ്ടാകാം, ചില ഗ്രൂപ്പുകൾ വരും.